ഉപദേശിച്ച ബാദരായണനും ശങ്കരാചാര്യർക്കും തെറ്റുപറ്റി എന്ന് തന്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങളിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നവോത്ഥാനം എങ്ങനെ റിവേഴ്സ് ഗിയറിൽ വീണു എന്നൊരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ മൈക്കെന്റെ സുഹൃത്ത് ശ്യാംകുമാറിന് കൊടുക്കാം. 1924-25 കാലത്തെ വൈക്കം സത്യാഗ്രഹം, 1931-32 കാലത്തെ ഗുരുവായൂർ സത്യാഗ്രഹം. ധർമ്മസൂത്രത്തിൽ പറയും, അധഹാസ്യ വേദം ഉപസൃണ്ണത ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്ന് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ എഴുതി അറിവാരണം എന്താണ് എന്ന് വസിഷ്ഠാദി ബ്രാഹ്മണരോട് രാമൻ ആരാഞ്ഞു. വസിഷ്ഠാദി ബ്രാഹ്മണൻ പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രാമൻ നേരെ ഈ ശൂദ്രനെ അന്വേഷിച്ച് ഹിമവൽ പാർശ്വ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. ആ സെഷന്റെ വിഷയം ഭാരത നവോത്ഥാനത്തിൽ ഗുരുവിൻ്റെ പങ്ക് എന്നുള്ളതാണ്. ഭാരത നവോത്ഥാനത്തെക്കുറിച്ച്, ഗുരുവിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും പ്രഗത്ഭരായ, ഏറ്റവും അർഹിക്കുന്ന ആളുകളാണ് നമ്മളോടൊപ്പം ഈ സെഷനിൽ ചേരുന്നത്. ഒന്ന് ശ്രീമൻ കാരശ്ശേരിയാണ്. അദ്ദേഹം വളരെ കുറച്ചു സമയം നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ എത്രത്തോളം അഗാധമായ അറിവും ആശയും അദ്ദേഹത്തിന് ഗുരുവിനെ കുറിച്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ അധ്യാപകനാണ്, പ്രഭാഷകനാണ്, വാഗ്മിയാണ്. ഈ സമൂഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പ്രതീക്ഷയും ഒരുപോലെ പേറുന്ന പണ്ഡിതനാണ് അദ്ദേഹം. ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുൻ സെക്രട്ടറിയും ശ്രീ ശങ്കര ആശ്രമം സെക്രട്ടറിയുമാണ്. അദ്ദേഹം വാഗ്മിയാണ്, എഴുത്തുകാരനാണ്, യാത്രികനാണ്. അദ്ദേഹവും നമ്മളോടൊപ്പം ചേരും. ഈ സെഷന്റെ മോഡറേറ്റർ ശ്രീ മങ്ങാട് ബാലചന്ദ്രനാണ്. ഗുരുവിനെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയിട്ടുള്ളവരിൽ ഒരാളാണ്, നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 4 പേരും ചേരുമ്പോൾ തന്നെ എത്രത്തോളം ആഴത്തിൽ ഗുരുവിനെക്കുറിച്ച് നമ്മളോട് സംവദിക്കാൻ കഴിയുമെന്നത് വ്യക്തമാണ്. അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4 പേരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ശിവഗിരി മഠത്തിലെ ശ്രേഷ്ഠരായ സന്യാസിവര്യന്മാർ, കാര്യശേഷി മഹർഷി ശ്രീ ശ്യാംകുമാർ ദേവ്, ശിവസ്വരൂപാനന്ദ സ്വാമികൾ, നമ്മുടെ ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന സഹൃദയ ഗുരുദേവ ഭക്തന്മാർ, എല്ലാവരെയും നമ്മൾ ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശിവഗിരിയുടെ മണ്ണ് എന്ന് പറയുന്നത് എന്നൊരു മാതൃഭൂമിയാണ്. മാതാവിൽ നിന്നും വേറിടാത്ത ഒരിടത്തെയാണ് നമ്മൾ മാതൃഭൂമി എന്ന് അടയാളപ്പെടുത്തുന്നത്. ആ നിലയിൽ മാധ്യമ സംസ്കാരം പുലർത്തുന്ന മാതൃഭൂമി മാധ്യമം ശിവഗിരി മഠവും ഒന്നായി നിലകൊള്ളുന്നതിൽ നിന്ന് പിറവിയെടുത്ത ഒരു ഗുരുസാഗരത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ പുണ്യദിനം എന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ ഒരിടമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഇനി വിഷയത്തിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ സംഗമിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, മാതൃഭൂമി അതിൽ കാണിച്ച ഒരു ഇടപെടലുണ്ട്. 2-3 ദിവസത്തോളം ഒരു ഫുൾ സപ്ലിമെൻ്റ് എല്ലാ ദിവസവും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു. ശിവഗിരി മഠത്തിൽ പ്രത്യേകം അലങ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആ ചരിത്ര സംഭവത്തെ ഒരു ചരിത്ര ധന്യതയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു മാധ്യമമാണ് മാതൃഭൂമി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും ഇണക്കമാർന്ന ഒരു ദിവസം സമ്മാനിച്ചതിന് മാതൃഭൂമിയോട് ഞാൻ വാക്കാൽ മാത്രമല്ല ഹൃദയംഗമായി തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ സെഷൻ എന്ന് പറയുന്നത് ഭാരതീയ നവോത്ഥാനത്തിൽ ഗുരുദേവൻ്റെ പങ്ക് എന്നതാണ് വിഷയം. പ്രഗത്ഭരൊപ്പം നമുക്കിതിൽ സംസാരിക്കാനുണ്ട്. വിഷയം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയാണുള്ളത്. ഭാരതീയ നവോത്ഥാനത്തിൽ ഗുരുവിൻ്റെ പങ്ക് ഒരിക്കലും അളക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയുന്നതല്ല. കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭാരതത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ആരംഭം എന്ന് പറയാവുന്ന ഒരു കാലം നമുക്ക് പറയാനാവുന്നതല്ല. അത് ഒരു നിശ്ചിത കാലഘട്ടമെന്ന് പറയാനാവുന്നതല്ല അതിൻ്റെ പിറവിയെ സംബന്ധിച്ച്. എങ്കിലും ഫ്രഞ്ച് വിപ്ലവം പോലുള്ള യൂറോപ്യൻ വിപ്ലവങ്ങൾക്ക് അടിസ്ഥാനമായിരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയായിരുന്നു.
ആ വിപ്ലവം എത്ര നീണ്ടുപോയെങ്കിലും ഇന്നും അത് യാഥാർത്ഥ്യമാക്കുവാൻ ലോകത്ത് ഒരിടത്തും കഴിഞ്ഞിട്ടുമില്ല. അതിലൊരു പ്രധാന കാരണമായിരുന്നത് ഈ 3 വിഷയങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം ആയിരുന്നത് സ്ഥിതിഭേദങ്ങളായിരുന്നു. എനിക്കുണ്ട് നിനക്കില്ല, അല്ലെങ്കിൽ നിനക്കുണ്ട് എനിക്കില്ല എന്നിങ്ങനെയുള്ള ഭൗതികമായ വിവേചനത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ 3 വാക്കുകൾ. എന്നാൽ അത് ഗുരുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നു, അതിൻ്റെ ശൈലി മാറുന്നു, അതിൻ്റെ ചിന്തയുടെ തലങ്ങൾ മാറുന്നു. കാരണം ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ എന്നും മനുഷ്യനെ വിചാരം ചെയ്തിരുന്നത് മനുഷ്യത്വത്തിൻ്റെ ആൾരൂപം എന്ന നിലയിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ മനുഷ്യത്വത്തിനപ്പുറം സ്ഥിതിഭേദമായിരുന്നു മുന്നിൽ നിന്നിരുന്നതെങ്കിൽ ഭാരതത്തിൽ ഗുരുവിലേക്ക് വരുമ്പോൾ അത് മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡങ്ങളിലായിരുന്നു പുലർത്തുന്നത്. മാത്രവുമല്ല, ഈ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നതിനോട് പരിപൂരകമായി ഗുരു സ്വാശ്രയത്വം കൂടി ചേർത്ത് വെച്ചു. എത്ര സമത്വം ഉള്ളവനായിരുന്നാലും അവരിൽ മനുഷ്യത്വം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഈ ലോകത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും സാഹോദര്യത്തിൻ്റെ കാര്യത്തിലും. സാഹോദര്യം എന്ന് പറയുമ്പോൾ ഗുരുദേവൻ കണ്ടിരുന്നത് ഭൗതിക തലത്തിലുള്ള സമാനതയല്ല, അല്ലെങ്കിൽ സാഹോദര്യമല്ല, അതൊരു ആത്മസാഹോദര്യമായിരുന്നു. അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനോടൊപ്പം നമുക്ക് തന്നിരുന്ന സന്ദേശത്തിൻ്റെ അവസാന വരികൾ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാലോകം എന്ന മനോഹരമായൊരു സങ്കല്പമായിരുന്നു. സർവരും സോദരത്വേന വാഴുന്ന ആ സോദരത്വം നമ്മൾ പുലരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന മനുഷ്യത്വത്തെ നമുക്ക് പുഷ്പിക്കാനാവണം. ഒരു ചെടി ആളുകളുടെ ഇടയിൽ ആകർഷണീയത ഉണ്ടാക്കുന്നതും അത് നമ്മൾക്ക് ആസ്വാദ്യത പകരുന്നതും നമ്മൾ അതിലേക്ക് ചേരുന്നതും അതിലൊരു പുഷ്പം ഉണ്ടാകുമ്പോഴാണ്. പുഷ്പമുള്ള ചെടികളെയാണ് മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പുഷ്പത്തിൻ്റെ ബീജമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതെവിടെ വിരിയുന്നു അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായിത്തീരുന്നത്. അങ്ങനെ ഒരു മനുഷ്യ സങ്കല്പത്തെ, അങ്ങനെ ഒരു മനുഷ്യ സമൂഹം ഉൾക്കൊള്ളുന്ന മാതൃകാ ലോകത്തെയാണ് ഗുരുദേവൻ സ്വപ്നം കണ്ടിരുന്നത്. അതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം കണ്ട സ്വാതന്ത്ര്യമല്ല ഗുരുദേവൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം. അത് ഒരു പരമതന്ത്ര സ്വതന്ത്രതയായിരുന്നു. അതായത് ഒരു മനുഷ്യൻ ആത്യന്തികമായി എന്താണോ അവൻ്റെ ഉള്ളിലുള്ളത് അത് സ്വതന്ത്രമായിരിക്കണമെന്നാണ്. അതായത് ആത്മസ്വാതന്ത്ര്യത്തെയാണ് ഗുരുദേവൻ സ്വതന്ത്രത എന്നതുകൊണ്ട് സങ്കല്പിച്ചിരുന്നത്. അത് ഭൗതിക തലത്തിലായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമെന്ന് പറയുന്നത് 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ഗുരുദേവനുമായി ഈ ഭൂമിയിൽ സംഗമിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ലൗകിക സ്വാതന്ത്ര്യത്തെയാണല്ലോ ജനങ്ങൾ ഇച്ഛിക്കുന്നത്. ഗുരുദേവൻ അത് കേട്ട മാത്രം ഒരു പുഞ്ചിരിയോടി പ്രതിഫലിക്കുന്നത് ലൗകിക സ്വാതന്ത്ര്യത്തിന് ആണ് മഹാത്മജി പറയുമ്പോൾ ഗുരുദേവൻ പറഞ്ഞത് അതിൻ്റെ രൂഢമൂലത ഓർത്താൽ മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ലൗകിക സ്വാതന്ത്ര്യം മനുഷ്യന് ആത്യന്തികമായ സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് ഭൗതിക തലത്തിൽ, ലൗകിക തലത്തിൽ, സ്ഥിതിഭേദങ്ങളുടെ കാര്യത്തിൽ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യൻ ആത്യന്തികമായി സ്വതന്ത്രനാകുന്നത് അവൻ ആത്മാവിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്, അവൻ്റെ ചിന്തയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്, അവൻ്റെ വചനത്തിലും അവൻ്റെ വാക്കിലും അവൻ്റെ പ്രവൃത്തിയിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്. അതിൻ്റെ മനുഷ്യത്വം ഒന്നിനോടും അടിമപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവൻ സ്വതന്ത്രനാകുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് ഗുരുദേവൻ കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ രൂഢമൂലത ഓർത്താൽ മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരുമെന്ന് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് പറയുന്നത്. ഈ സ്വതന്ത്രത അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണ ജീവിതമായിരുന്നു ഗുരുദേവൻ്റേത്. നമുക്കറിയാം 1988 അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്നും നമ്മുടെ ജനങ്ങൾ അതിനെ പുരാണപ്രസിദ്ധനായ ഒരു ശിവപ്രതിഷ്ഠയായിട്ട് കാണുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഗുരുദേവൻ ഒരിക്കലും പുരാണപ്രസിദ്ധനായ ശിവനെ അല്ല അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. അത് നമുക്ക് പ്രതീകാത്മകമായി തോന്നുന്നതാണ്. സർവ മനുഷ്യനെയും സ്വതന്ത്രനാക്കുന്ന ദൈവികതയുടെയും മാനവികതയുടെയും ഒരു ഏകാത്മകതയാണ് ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതിനകത്തൊരു മാനവികതയുണ്ട്, അതിലൊരു ദൈവികതയുണ്ട്. ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു സമീകരണമുണ്ട്.
ഇത് മൂന്നും ചേർത്ത് വയ്ക്കുമ്പോഴാണ് അരിപ്പുറം പ്രതിഷ്ഠയുടെ അർത്ഥതലങ്ങൾ പശ്ചാത്തലം നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് കേവലം ഒരു ക്ഷേത്രമായി നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആശയം വളരെ പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അരിപ്പുറത്തെ നിർവചിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എത്രയോ ദൂരം പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഗുരുദേവനിൽ നിന്നും നമ്മൾ കാണേണ്ടതായ ഗുരുദേവനിലേക്കുള്ള ദൂരം വളരെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബംഗാളിലെ എഴുത്തുകാരും ബംഗാളിലെ സർഗധനന്മാരും ബംഗാളിലെ നവോത്ഥാന നായകന്മാരുടെയും ഇടയിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ 1922 നവംബർ 15 ശിവഗിരി മഠത്തിലെത്തുന്നത്. ഇവിടെ എത്തി ഗുരുദേവനുമായി അല്പനേരം സംഭാഷണം ചെയ്തപ്പോൾ ആ മഹാകവി അല്ലെങ്കിൽ വിശ്വകവി പറഞ്ഞത്, ശ്രീനാരായണ ഗുരുസ്വാമിക്ക് തുല്യനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതീതനായി ഒരാളിനെയും ഈ ലോകസഞ്ചാരത്തിനിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ്. ആ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ടാഗോർ കണ്ട ഗുരുദേവൻ നമ്മൾ കാണുന്ന ഗുരുദേവനിൽ നിന്നും എത്ര അകലെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മെ അത് ബോധ്യപ്പെടുത്തി തരും. നമ്മൾ നാഴികയ്ക്ക് 100 വട്ടം ഗുരുദേവൻ 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 എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്ന ഗുരുദേവനിൽ നിന്നും യഥാർത്ഥ ഗുരുദേവൻ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചിന്ത അവസരം ഈ വിഷയം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം നമ്മൾ ഗുരുദേവൻ എന്ന് പറയുന്നതിനപ്പുറം ഗുരുദേവൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആഴം എത്ര വലുതാണ്. അത് നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം വിധമാണ് സംസ്കരിച്ചെടുക്കുന്നത്. നമ്മൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചോദന ശക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കത്തോളത്തോളം നമ്മുടെ വാക്കുകൾ നമ്മുടെ കണ്ടത്തിൽ മാത്രം ഒതുങ്ങിപ്പോകും എന്നെനിക്ക് തോന്നുകയാണ്. നമ്മുടെ പല പ്രഭാഷകന്മാരും പല എഴുത്തുകാരും ഗുരുദേവന് വാക്കുകൾ മാത്രം ഒതുക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സങ്കടം. വാസ്തവത്തിൽ ഒരു ഗുരു ജീവിച്ചിരിക്കേണ്ടത് അവരവരുടെ ജീവിതത്തിലാണ്. ശ്രീനാരായണ ഗുരുവിനോളം വർത്തമാനകാലത്തിന് ഒത്തുപോകുന്ന ഗുരുക്കന്മാർ നമുക്ക് അനേകരില്ല. ഗുരുദേവൻ എന്നും എല്ലായ്പ്പോഴും ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാൽ പോലും വർത്തമാനകാലത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ഗുരുവിൻ്റെ മഹത്വം. എന്തുകൊണ്ടാണ് അത് സാധ്യമായത്? ഗുരുദേവൻ സമൂഹത്തിൻ്റെ ഇച്ഛയ്ക്കും ഗുരുദേവൻ്റെ ഇച്ഛയും ഒന്നു ചേർക്കാൻ ആഗ്രഹിച്ചു. എങ്ങനെയാണോ ഒരു മനുഷ്യൻ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണനാകേണ്ടത് ആ വിധം ഗുരു ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഗുരുദേവൻ നമുക്കൊപ്പമുണ്ടാകും. ശരീരമായിട്ടല്ല, ആശയമായി, ദർശനമായി, പ്രവൃത്തിയായി, മാതൃകയായി. ആ ഗുരുത്വത്തെ മുന്നിൽ കാണുവാനും ജീവിതത്തിൽ അതിൻ്റെ വെളിച്ചം സ്വാംശീകരിക്കുവാനും ഈ വിഷയം നമുക്ക് ആധാരമായി തീരണം എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സാമൂഹിക ഇടപെടലുകളിൽ വെച്ച് അല്ലെങ്കിൽ ഭാരതീയ നവോത്ഥാനത്തിന് നൽകിയ വലിയ സംഭാവനകളിൽ മാറ്റി നിർത്താനാവാത്ത 2 സംഭവങ്ങളാണ് വൈക്കം സത്യാഗ്രഹം, അതുപോലെ സർവ്വമത സമ്മേളനം. ഈ രാജ്യത്ത് മതങ്ങളുണ്ടാക്കുന്ന പോരാടലിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ മതം വിഭിന്നങ്ങളല്ലെന്നും എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്ന മൂലതത്വം ഒന്നാണെന്നും ജനങ്ങൾ അറിയണം എന്ന് ഗുരു ഇച്ഛിച്ചു. അതിൻ്റെ ഫലമാണ് 1924 സർവ്വമത സമ്മേളനം. അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഈ കഴിഞ്ഞ 24-25 വർഷങ്ങൾ ഗുരുദർശനത്തെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർണമായൊരു വർഷമായിരുന്നു. കാരണം സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി സമ്മേളനങ്ങൾ വത്തിക്കാൻ മുതൽ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ വരെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഒരു വിദേശ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൽ ഗുരു സന്ദേശം മുഴങ്ങിക്കേൾക്കുക. മെൽബണിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെൻറ്റിലാണ് അവർ ആ സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ കർദിനാൾമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കർദിനാൾ 42 വയസ്സുകാരാണ്. അദ്ദേഹം ഉക്രൈൻകാരനാണ്. ആ കർദിനാൾ വരെ അൾബേനിയൻ സമൂഹത്തിലെ ഏറ്റവും സമുന്നതരായ മുസ്ലിം പണ്ഡിതൻ ഉൾപ്പെടെ ഇവരെല്ലാം ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ടിരുന്നു. അവരൊക്കെ ഗുരുവിനെ പറ്റി പഠിച്ചിരിക്കുന്നു, ഗുരുവിനെ വായിച്ചിരിക്കുന്നു. അവരറിഞ്ഞിടത്തോളം പോലും നമ്മൾ ഗുരുവിനെ സംശീകരിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഭാരതത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഗുരുദേവൻ്റെ
ചിന്തയ്ക്കും വചനത്തിനും പ്രവർത്തിക്കുമുള്ള സമാനത അങ്ങേയറ്റം നിസ്തുലമാണ്. അത് നമുക്ക് വിലമതിക്കാനാവുന്നതല്ല, വിലപ്പെടുത്തുവാനുമാകുന്നതല്ല. അത്രമാത്രം ഒരു നല്ല ഭാരതത്തെ എന്ന് പറയാനാവില്ല. കാരണം ഒരു ദേശകാലങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തിരുന്നത്, ദേശാതീതമായിരുന്നു, കാലാതീതമായിരുന്നു ആ വാക്കുകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പം ലോകം മുഴുവനുമുള്ള മനുഷ്യരാശി ഒന്നായി കണ്ട ഗുരുദേവന് മുന്നിൽ നമുക്കൊരു അതിർത്തി വരയ്ക്കാനാവുന്നതല്ല. അതുകൊണ്ട് ഭാരതീയ നവോത്ഥാനം എന്ന് പറയുന്നതിനപ്പുറം ലോക നവോത്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും. എവിടൊക്കെ മനുഷ്യനുണ്ടോ അവിടൊക്കെ നവോത്ഥാനം ആവശ്യമാണ്. അത്തരത്തിൽ ഗുരുവിനെ നമുക്ക് കാണാനാകണം. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ പരീക്ഷണത്തിൻ്റെതാണ്. രണ്ടുപേരും ഒത്തുചേർന്നാൽ അവൻ എന്നിൽക്കാലിലും മഹത്വമുള്ളവനാണോ, എന്നിൽ നിന്നും വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് വേഗം ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഗുരുവിനെ കാണാനായി ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ചെന്നപ്പോൾ ഈ ഗുരുവിൻ്റെ മഹത്വം എന്നൊന്ന് പരീക്ഷിക്കണമെന്ന് അയാൾക്ക് തോന്നി. അയാൾ കയ്യിലൊരു മുട്ട പൊതിഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ഈ ഗുരുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരു മുട്ടയുണ്ട്, അത് പൊട്ടിയതാണോ പൊട്ടാത്തതാണോ എന്ന് അങ്ങ് പറയണം. ഇതിനേക്കാൾ മിടുക്കനാണ് ഗുരു. അപ്പോൾ ഗുരുവിനറിയാം ഇത് പൊട്ടാത്തതാണെന്ന് പറഞ്ഞാൽ അവൻ അത് അമർത്തി പൊട്ടിക്കും, ഇനി പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ അവൻ മുട്ടാത്ത പൊട്ടിയെടുത്ത് കാണിക്കും. എങ്ങനെയായാലും അവന് ഗുരുവിനെ തോൽപ്പിക്കാനാണ്. അത് ഗുരുവിന് അറിയാവുന്നത് കൊണ്ട് ആ ഗുരു പറഞ്ഞു, നിന്റെ വിധി നീ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെയാണ് നമ്മളൊക്കെ നമ്മുടെ വിധിയെ ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ആ വിധിയെ ഉണ്ടാക്കുമ്പോൾ നിജബോധത്തിലാവണം ആ വിധി രൂപപ്പെടേണ്ടത്. എന്തായാലും കേരളത്തെയോ ഭാരതത്തെയോ ഗുരുവിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കാനാവാത്ത ഒരു കാലം ഉണ്ടാകും. എന്നായാലും ഒരു നമ്മുടെ പരിവർത്തനത്തിൻ്റെ നവീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ പുതുക്കുക എന്നതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ആശയമായത്. ശിവഗിരി തീർത്ഥാടനം തന്നെ നടക്കുന്നത് സാധാരണ ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിന് വന്നെത്തുന്ന തീർത്ഥാടകന് മടങ്ങിപ്പോകുമ്പോൾ പുതിയൊരാളാക്കി തീർക്കുക എന്നുള്ളതാണ്. ആ വിധത്തിൽ നമ്മൾ സ്ഥിരം ഒരു സംസ്കരണം, ഒരു നവീകരണം നടത്തുന്ന അദൃശ്യ ശക്തിയായി നമ്മുടെ മുന്നിൽ ഗുരു നിൽക്കുന്നു. ഈ വെളിച്ചത്തിൽ നമുക്ക് ഈ വിഷയത്തെ അടയാളപ്പെടുത്താം, ഈ വിഷയത്തെ സമീപിക്കാം. നമുക്കൊപ്പം ഉണ്ടാകുന്ന പ്രഗത്ഭരുടെ വാക്കുകൾ നമുക്ക് അതിനൊത്ത് ചിന്തയ്ക്ക് അടിസ്ഥാനമായി തീർക്കാനാവും. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് കാരശ്ശേരി മാഷക്ക് നൽകുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞാണ്. അത് നമ്മളുടെ വ്യത്യാസം. നേരത്തെ നിന്ന് പറയാ, ഇപ്പം ഇരുന്ന് പറയാ എന്നുള്ളൊരു വ്യത്യാസം. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്നോട് പറയാൻ ശ്യാംകുമാർ ഉണ്ട് കാര്യമായിട്ട്. നമ്മൾ ഭൂതകാലത്തെപ്പറ്റി അങ്ങനെ വളരെ അഭിമാനപൂർവ്വം പറയും. വേണ്ടതല്ലേ? വേണ്ടതാണ്. ഞാനൊരു ചെറിയ ചോദ്യം ഈ സഭയോട് ചോദിക്കുന്നത്, ഗുരുവിൻ്റെ കാലത്തും തൊട്ടടുത്ത കാലത്തും വന്ന നവോത്ഥാനമൊക്കെ കേരളീയ സമൂഹത്തിൽ നടപ്പായോ എന്ന് ആലോചിക്കേണ്ട ഘട്ടം കൂടിയാണ്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഗുരു പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം മദ്യപിക്കരുതെന്നാണ്. വേറൊരു പ്രധാന കാര്യം പറഞ്ഞത് ജാതി ചോദിക്കരുതെന്ന്. ഇത് രണ്ടും ചെയ്യാണ് ഇപ്പൊ മലയാളികളുടെ പ്രധാന പണി. കാരണം നവവത്സര ദിനത്തിൽ കുറിക്കുന്നതിന്റെ കണക്ക് വായിക്കാൻ വയ്യ, കോടികളാണ്. അപ്പോ നവോത്ഥാനം എന്നുള്ള വാക്ക് തന്നെ വലിയ ആശയകാലുഷ്യം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറയാണ് അത് എല്ലാ പാർട്ടിക്കാരും ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. എങ്ങനെ? ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. അപ്പൊ നവോത്ഥാനം എന്ന വാക്കിന് അർത്ഥം തന്നെ മാറിപ്പോയി. ബഷീർ പറഞ്ഞില്ലേ, സമാധാനപരമായ യുദ്ധം. ആചാരം നവീകരിക്കുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയാ. മനുഷ്യന്റെ സമൂഹത്തിന്റെ ചലനം 3 വഴിക്കാണ്. ഒന്ന്, പഴയത് മുഴുവൻ ഉപേക്ഷിക്കുക. അതിനെയാണ് വിപ്ലവം, റെവല്യൂഷൻ എന്ന് പറയാം. വേറൊന്ന്, പഴയത് പരിഷ്കരിച്ച് പുതിയത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോവാം.
അതിനെയാണ് നവോത്ഥാനം എന്ന് പറയാം. ഓ നാരായണ ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ അക്കാര്യത്തിൽ ഒന്നാണ്. വേറെ ഒന്നുണ്ട്, ഈ നവോത്ഥാനത്തെയാണ് റിനൈസാൻസ് ഇംഗ്ലീഷ് പറയുന്നത്. വേറെ ഒന്നുണ്ട്, പഴയതാണ് ഏറ്റവും കേമം, അത് തിരിച്ചു കൊണ്ടുവരാണ് വേണ്ടത്. അതിന് പുനരുദ്ധാരണം എന്ന് പറയും. അതിനാണ് ഇംഗ്ലീഷിൽ റിവൈവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? അതിനൊക്കെ റെവല്യൂഷൻ, വിപ്ലവം ഇല്ല, റിനൈസാൻസ് നവോത്ഥാനമില്ല, ഉള്ളത് മുഴുവൻ പുനരുദ്ധാരണമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അമ്പലത്തിൽ പൂജാരിയായിട്ട് നമ്പൂതിരി മതി എന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും തോന്നാൻ ബുദ്ധിമുട്ടില്ല, അത് പറയാൻ നാണക്കേടില്ലാത്തൊരവസ്ഥ വന്നു. ജനാധിപത്യത്തിന്റെ കാലത്ത് നമ്മുടെ നവോത്ഥാനം എങ്ങനെ റിവേഴ്സ് ഗിയറിൽ വീണു എന്നൊരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ മൈക്കെന്റെ സുഹൃത്ത് ശ്യാംകുമാറിന് കൊടുക്കാം. 1924-25 കാലത്തെ വൈക്കം സത്യാഗ്രഹം, 1931-32 കാലത്തെ ഗുരുവായൂർ സത്യാഗ്രഹം, അത് രണ്ടും വിജയിച്ചതാ. എന്താ വിജയിക്കാൻ കാരണം? വൈക്കം ശിവക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ തിരുവിതാംകൂർ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ അധികാരമൊന്നും നഷ്ടം വരൂ. അദ്ദേഹം മഹാരാജാവാ. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം കൊടുത്താൽ സാമൂഹ്യപ്പാടിനൊന്നും വരാനില്ല. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചാൽ തിരുവിതാംകൂർ ഗവൺമെന്റിന് ഒന്നും വരാനില്ല. അതുകൊണ്ടാണ് 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. പക്ഷേ ജനാധിപത്യത്തിന്റെ കാലത്ത് ഇതൊന്നും നടക്കുകയില്ല. 2018 സുപ്രീം കോടതി ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ BJP കാലുമാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോ കോൺഗ്രസ് കാലുമാറി, 2 മാസം കഴിഞ്ഞപ്പോ CPM കാലുമാറി. ഇപ്പൊ ആർക്കും വേറെ എന്തുണ്ടെങ്കിലും ശബരിമലയിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനം കൊടുക്കണ്ട. എന്താ കാരണം? അപ്പൊ പറയാണ് ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ നവോത്ഥാനം. വാക്കിന്റെ അർത്ഥം കേട്ടോ, മാർക്സ് ചോദിക്കുന്നുണ്ട്, വാക്കിന്റെ അർത്ഥം എവിടെ ഇരിക്കുന്നു? വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ് എന്നാണ് മാർക്സിന്റെ തിയറി. അതിമനോഹരമായൊരു സിദ്ധാന്തമാണത്. അതിനെയാണ് തിയറി ഓഫ് പ്രാക്സിസ് എന്ന് പറയുന്നത്. പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ വാക്കാണ്, ഏതാണ്ട് ഇംഗ്ലീഷിലെ പ്രാക്ടീസ് മാതിരിയാണ്. നിങ്ങൾ ആ അർത്ഥം ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം ഈ കഴിഞ്ഞ ജനാധിപത്യത്തിന്റെ കാലത്ത്, അതായത് ഇപ്പൊ ഒന്നും പറയണ്ട, ഇപ്പൊ 56 ഐക്യകേരളം വന്നതിന് ശേഷം ഈ തരത്തിൽ എന്ത് നടപ്പാക്കാൻ സാധിക്കുന്ന ആലോചിക്കുക. അപ്പൊ അയിത്തം എന്നുള്ള വാക്ക് എങ്ങനെയാണ്? അശുദ്ധം നിന്നുണ്ടാവുന്ന, അത് ക്രിമിനൽ കുറ്റമാണ്. യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അയിത്തമാണെന്ന് ഈ പറയുന്നത്. കാരണം ഋതുമതിയായ പെണ്ണ് അവിടെ കയറിയ അശുദ്ധമാവും. അയിത്തം പാലിക്കാൻ പാടില്ല എന്നുണ്ട്. ഞാനൊരു വേറെ എതിരുദാഹരണം പറയാം. ഈ വിധിക്കും 2 കൊല്ലം മുമ്പ് 2016 മഹാരാഷ്ട്രയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. അവിടെ ശനിദേവന്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതിനെതിരായിട്ട് ഒരാൾ കോടതിയിൽ പോയി. ബോംബെ ഹൈക്കോടതി, സുപ്രീം കോടതിയല്ല, ബോംബെ ഹൈക്കോടതി പറഞ്ഞു അത് വിവേചനമാണ്, അവർക്ക് പ്രവേശനം കൊടുക്കണം. കൊടുത്തു. 3 മാസം കഴിഞ്ഞപ്പോ അവിടെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഹാജി അലി ദർഗ, അവിടെ പെണ്ണുങ്ങൾ പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ അവിടെ കൊടുക്കാൻ പറഞ്ഞു, അവിടെയും കൊടുത്തപ്പോ അവിടെ ഭരിക്കുന്ന ആരാന്നറിയാം? ഫട്നാവിസ് ആണ്. ഫട്നാവിസ് BJPയുടെ നേതാവാണ്, അന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള, അദ്ദേഹത്തിന്റെ മുന്നണിയിലുള്ളത് ശിവസേനക്കാരാണ്. അവരൊക്കെ പിന്തിരിപ്പന്മാരാണ് എന്നും യാഥാസ്ഥികന്മാരാണ് എന്നും മതമൗലിക നമ്മൾ പറയുന്നത്. പല കാര്യത്തിൽ അവരങ്ങനെയാണ് താൻ. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം കേരളത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മറന്നുപോകരുത്. ഈ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ 10,000-കണക്കിന് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതിവിടെ ആരും പറയേണ്ടതില്ല. അപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വനിതാ മതിൽ എന്ന് പറഞ്ഞ് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മതിലുണ്ടാക്കിയപ്പോ അതിൽ മുഖം മൂടുന്ന പർദ്ദയിട്ട് പെണ്ണുങ്ങൾ വരിക. മുഖം തുറക്കാൻ സ്വതന്ത്രമില്ലാത്ത ലളിതമാണല്ലോ, അവരാണ് നവോത്ഥാനം ഉണ്ടാക്കാൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വാക്കിന്റെ അർത്ഥം എവിടെ ഇരിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നവോത്ഥാനത്തെ പറ്റി സംസാരിക്കണം. നമ്മൾ ശ്രീനാരായണ ഗുരുവിനോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടും നമ്മുടെ പരിഷ്കരണം, നവോത്ഥാനം, പുതിയ രാഷ്ട്രീയം, ജനാധിപത്യം, മതേതരത്വമുള്ള മൂല്യങ്ങളോടും നമ്മൾ നീതി ചെയ്തോ എന്ന് ആലോചിക്കേണ്ട ഘട്ടം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അധിക പ്രസംഗമായി പോയ എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിച്ച് ഞാൻ ശ്യാംകുമാറിന്
മൈക്ക് കൈമാറുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സദസ്സിലുള്ള ശിവഗിരി മഠത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, അങ്ങനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമികൾ, ഈ സെഷൻ്റെ മോഡറേറ്റർ മങ്ങാട് ബാലചന്ദ്രൻ, ഏറെ ആദരണീയനായ ശിവസ്വരൂപാനന്ദ സ്വാമികൾ, ഏറെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ്, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച മാതൃഭൂമിയുടെ സംഘാടകർ, എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും നമസ്കാരവും ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഇവിടുത്തെ സെഷൻ്റെ ടൈറ്റില് ഭാരത നവോത്ഥാനത്തിൽ നാരായണ ഗുരുവിൻ്റെ പങ്കെന്താണ് എന്നുള്ളതാണ്. ഞാൻ ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് ഇന്ത്യൻ നവോത്ഥാനം എന്നായിരിക്കും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കൊള്ളട്ടെ. എന്താണ് ഇന്ത്യൻ നവോത്ഥാനത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ പങ്ക്? അപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞ സങ്കല്പത്തെ നമുക്കൊന്ന് വ്യവച്ഛേദിച്ച് പരിശോധിക്കേണ്ടി വരും. ബംഗാളിൽ നടന്ന നവോത്ഥാനത്തെയും കേരളത്തിൽ നടന്ന നവോത്ഥാനത്തെയും ഒരുപോലെ പറയുവാൻ സാധ്യമല്ല. ഒന്നാമത്തെ പ്രശ്നം. നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ ചില വലിയ കാര്യമായ പ്രശ്നമുണ്ട്. കാരണം ബംഗാളിൽ നടന്ന നവോത്ഥാനം എന്തായിരുന്നു? ബംഗാളിൽ നടന്ന നവോത്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ആശയങ്ങൾ കണ്ടെത്തി വളരെ പ്രാചീനമായ ഭാരത സങ്കല്പത്തിലേക്ക് കടന്നു പോകുന്നതിനെ സംബന്ധിച്ചാണ് ബംഗാൾ ഭദ്രലോക നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും വ്യക്തിസ്വാതന്ത്ര്യം ഉണ്ടോ, സ്ത്രീകൾക്ക് വ്യക്തിസ്വാതന്ത്ര്യം വേണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച ഘട്ടത്തിൽ രാജാറാം മോഹൻ റോയ് പോയത് 19-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലേക്കല്ല, മറിച്ച് മനുസ്മൃതിയിലെ സ്ത്രീകൾക്ക് വ്യക്തിസ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു രാജാറാം മോഹൻ റോയ്. അതുകൊണ്ട് നവോത്ഥാനം എന്ന വാക്ക് സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് ജ്ഞാനോദയ ചിന്താ സമരം എന്നുള്ളതാണ്. ജെ രഘുവിനെ പോലുള്ളവർ ഇതിനെ അറിവൊളി എന്ന് സ്ഥാനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജ്ഞാനോദയ ചിന്താ സമരത്തിൻ്റെ അതുല്യനായ പോരാളിയും ദൈക്ഷണികനും പ്രായോഗിക ദാർശനികനുമായിരുന്നു നാരായണ ഗുരുസ്വാമികൾ എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വിഷയത്തിലേക്ക് കടക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഈ ബംഗാളിൽ നടന്ന മാതിരി ഉപനിഷത്തുകളിലേക്ക് മടങ്ങിപ്പോവുകയും തിലകനെ പോലെയുള്ളവർ ഗീതയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത മാതിരിയുള്ള ഒന്നാണ് കേരളത്തിലെ നവോത്ഥാനം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ ബംഗാൾ ഭദ്രലോകിലെ രാജാറാം മോഹൻ റോയെ പോലെയുള്ളവരുമായിട്ട് അല്ല താരതമ്യപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ താരതമ്യപ്പെടുത്തിയാൽ തന്നെ ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി, അറിവൊളി, ജ്ഞാനോദയം എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് നമുക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആശയം ഒരു ജീവിത സമരത്തിന്റെ ആശയമായി മാറിയിരുന്നുവെങ്കിൽ നാരായണ ഗുരുസ്വാമികൾക്ക് പ്രവർത്തിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് ഉപനിഷത്ത് ഋഷിമാർ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഉപനിഷത്തുകൾ മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും പ്രധാന ഉപനിഷത്തിന്റെ ഭാഗമായിട്ട് ഈ ശ്ലോകം കാണാനേ ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഉപനിഷത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഉപനിഷത്തിന്റെ ഭാഗമല്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന വാക്യം. അതിനു മുമ്പുള്ള വരികളും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോകത്തിനും മുഴുവൻ സുഖം, ബഹുസുഖം. അപ്പൊ ബ്രാഹ്മണ സുഖമാണ് ലോകസുഖം എന്ന് ഇത്രയും കാലം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്. അതുകൊണ്ട് ബ്രാഹ്മണ സുഖത്തെ പറ്റിയല്ല നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഗുരുസ്വാമികൾ പറഞ്ഞു, മനുഷ്യാണ മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്തീവം ഹാ തത്വം വേത്തി പൂവിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. അസ്യ തത്വം ന വേത്തി, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. ഒരിക്കൽ കോയമ്പത്തൂരിൽ നടന്ന ഒരു സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞു, ഒരു പട്ടി ഒരു പട്ടിയെ കണ്ടാൽ തിരിച്ചറിയുന്നു. പട്ടിക്ക് കണ്ടാൽ പട്ടിയെ അറിയാം,
ഇത് മറ്റൊരു പട്ടിയാണെന്ന് പട്ടികളെല്ലാം തിരിച്ചറിയുന്നു, പക്ഷെ മനുഷ്യർ ഇത് അറിയുന്നില്ലല്ലോ. അടുത്ത് നിൽക്കുന്ന ആള് മനുഷ്യനാണെന്ന് പട്ടികളെ തിരിച്ചറിയുന്നത് പോലെ മനുഷ്യർ പരസ്പരം തിരിച്ചറിയുന്നില്ല എന്ന് കോയമ്പത്തൂർ വെച്ച് ഗുരുസ്വാമികൾ പറഞ്ഞു. എന്താണ് നവോത്ഥാനം? നാരായണ ഗുരുസ്വാമികൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അത് ജാതിഭേദവും മതവിദ്വേഷവും സമ്പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. എഴുതി വെച്ച വാക്യം ശ്രദ്ധിക്കണം. ജാതിഭേദം, മതദ്വേഷം. ജാതിഭേദം പാടില്ല. എന്താണ് ജാതി? ജാതിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിക്കുന്നത്. ജാതി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജാതി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന സമൂർത്ത സന്ദർഭം ഏതാന്ന് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അപ്പ. ഇന്നലെ വരെ ജാതി ഇല്ലാത്ത മുഴുവൻ മനുഷ്യർക്കും പെട്ടെന്ന് ജാതി. എല്ലാവരും പിന്നെ എല്ലാവരും ജാതിവാദികളാണ്. പിന്നെ ജാതി നോക്കിയ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മതി, ജാതി നോക്കിയ. ഗുരു എന്താണ് പറയുക? ജാതിഭേദം, മതദ്വേഷം. ജാതിഭേദം വരാൻ പാടില്ല. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. ജാതിഭേദവും മതവിദ്വേഷവും ഇല്ലാതെ സഹോദരരായി മനുഷ്യർ കഴിയുന്ന സ്ഥലത്തെയാണ് നാരായണ ഗുരുസ്വാമികൾ മാതൃകാ സ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിക്കുക മാത്രമല്ല, പ്രായോഗികമായി നാരായണ ഗുരുസ്വാമികൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുകയും സ്വശിഷ്യന്മാർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം അതിനുണ്ട്. ഗുരുസ്വാമികൾ ഒരിക്കൽ കൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പിച്ചനാട്ട് കുറുപ്പനായിരുന്നു. ചില ആളുകൾ ഈ ജാതിയുടെ വിദ്വേഷം മൂലം, ജാതിയുടെ പലതരത്തിലുള്ള മാറ്റി നിർത്തലുകൾ മൂലം കൃഷ്ണൻ വൈദ്യർ വളരെയധികം വിഷമിച്ചു. മതം മാറുന്നതിനെ പറ്റി ചിന്തിച്ചു. വാർത്തനാരായണ ഗുരുസ്വാമികൾ അറിഞ്ഞു. ഗുരു പറഞ്ഞു, കൃഷ്ണൻ വൈദ്യർ ഒരു ഈഴവനായിക്കോട്ടെ. ആരായിരുന്നു ഈഴവൻ എന്ന് ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. ഗുരു പറയും, നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. SNDP രൂപീകരിച്ച ഘട്ടത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞത്, ജാതി നോക്കാതെ എല്ലാ മനുഷ്യരെയും SNDPയിൽ അംഗങ്ങളാക്കണമെന്ന്. അതിന് വിരുദ്ധമായി SNDP പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഗുരുസ്വാമികൾ പൽപ്പൂരിന് കത്തെഴുതി, നാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചതുപോലെ ഇപ്പോൾ വാക്കുകൊണ്ടും യോഗത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം യോഗത്തിൽ ജാതിയുടെ ശല്യം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. പൽപ്പൂരിന് തുറന്ന കത്തിൽ ഗുരു പറഞ്ഞു, നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാണ്. അങ്ങനെ കൃഷ്ണൻ വൈദ്യരെ ഈഴവനാക്കി. ചങ്ങനാശ്ശേരി വലിയ സദ്യ നടന്നു. അദ്ദേഹം ഈഴവനായി. ആരാണ് ഈഴവൻ എന്ന് ഗുരു പറഞ്ഞു. ഈഴവൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു സാമുദായിക സ്വത്വമാണ് ഈഴവൻ എന്നാണ് ഗുരു പറഞ്ഞത്. അതൊരു ജാതിയല്ല എന്ന് ഗുരു പറഞ്ഞു. അതൊരു ജാതിയല്ല. അങ്ങനെ കൃഷ്ണൻ വൈദ്യർ ഈഴവനായി. അദ്ദേഹം പ്രശസ്തനായ വൈദ്യനായതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഒരു വൈദ്യശാല സ്ഥാപിച്ചു. ആ ഇടയ്ക്കാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറഞ്ഞു, കൃഷ്ണൻ വൈദ്യർ മികച്ച ഒരാളാണ്, അദ്ദേഹത്തെ നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിപ്പിക്കാം. ചങ്ങനാശ്ശേരിയിൽ ഈഴവരെല്ലാം പ്രക്ഷോഭം ഉണ്ടായി. ഇദ്ദേഹം യഥാർത്ഥ ഈഴവനല്ല, ഇദ്ദേഹം കുറുപ്പൻ മതം മാറിയ ആളാണ്. കുറുപ്പനായിരുന്നു, ഈഴവനല്ല. ഉള്ളൂരാകപ്പെട്ടു. ഉള്ളൂര് പറഞ്ഞു, നാരായണ ഗുരുസ്വാമികളുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ ഇലക്ഷന് മത്സരിപ്പിക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സമുദായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മറ്റാരുമല്ല, അത് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളാണ്. ഗുരുവിനെ കാണാൻ വന്ന കൃഷ്ണൻ വൈദ്യർ കത്തെഴുതി. ഈ കത്തുമായി വരുന്ന കൃഷ്ണൻ വൈദ്യൻ പരിശുദ്ധനായ ഈഴവനാകുന്നു. അതാണ് സർട്ടിഫിക്കറ്റ്. ഈ കത്തുമായി വരുന്ന കൃഷ്ണൻ വൈദ്യർ പരിശുദ്ധനായ ഈഴവനാകുന്നു. കത്ത് കൊടുത്തു, ഇലക്ഷനിൽ മത്സരിച്ചു. കൃഷ്ണൻ വൈദ്യർ മുനിസിപ്പൽ കൗൺസിലറായി തെരഞ്ഞെടുത്തു. നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒന്നായി ചേർക്കുന്നത് ഗുരു. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തില് തർക്കം തീർക്കാമെന്ന ഈഴവ സമുദായത്തിലുള്ള ആളുകൾ തമ്മിൽ തർക്കമാണ് ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ. അപ്പൊ കുറച്ച് പുലേരിങ്ങനെ ദൂരെ മാറി നിൽക്കുന്നു. ഗുരു ചോദിച്ചു, അവരെന്താ ദൂരെ മാറി നിൽക്കുന്നത്? അവർ വൃത്തിയുള്ളവരാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അകറ്റി നിർത്തുന്നു? അവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ നിങ്ങളല്ല ഒറ്റക്കെട്ടാണല്ലോ, അപ്പൊ നമ്മുടെ ആവശ്യമില്ല. പുലേരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന കാര്യത്തിൽ ഈഴവരെല്ലാം ഒറ്റക്കെട്ടാണ്, അപ്പൊ പിന്നെ നമ്മുടെ ആവശ്യമില്ല എന്ന് ഗുരു പറഞ്ഞു. ഒരിക്കൽ പുലേരോട് ഗുരു പറഞ്ഞു, നിങ്ങളെല്ലാം പണമാണല്ലോ. ഇന്ത്യയിൽ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര നിരീക്ഷണമാണത്. നിങ്ങളെല്ലാം പണമാണല്ലോ. ഇന്നലെ വരെ
ഇന്ത്യൻ ജാതി വ്യവസ്ഥ അസ്പൃശ്യരായി മുദ്രകുത്തിയ ഒരു ജനവിഭാഗത്തെ ഗുരു പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ യുക്തികൾ, നിങ്ങളെല്ലാം പണമാണ് എന്ന് പറഞ്ഞു വെച്ചു. ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ സാമൂഹ്യ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സാമൂഹിക ഭാവനയെ ഗുരു സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഒക്കെ തന്നെ പറയുന്ന എന്താണ്? ഇപ്പൊ തത്വമസിയെ പറ്റി ആലങ്കോട് ഇവിടെ പറഞ്ഞു. ഡോക്ടർ ബി ആർ അംബേദ്കർ തത്വമസിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കയ്യിൽ തത്വമസിയും മറു കയ്യിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. തത്വമസിയൊക്കെ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ പോലും തത്വമസിയില്ല. ചാന്തോക്യോപനിഷത്തിൽ പോലും തത്വമസിയില്ല. കാരണം ചണ്ടാളരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ചാന്തോക്യോപനിഷത്തിൽ തന്നെ. അപ്പൊ അതാരെഴുതി? അത് ബ്രാഹ്മണർ തന്നെയല്ലേ എഴുതിയത്. ബ്രാഹ്മണർക്കിടയിൽ പോലും തത്വമസിയില്ല. ബ്രാഹ്മണർക്കിടയിൽ പോലും തത്വമസിയില്ല. പിന്നെ മറ്റു ജനവിഭാഗങ്ങൾക്കിടയിൽ ചാന്തോക്യോപനിഷത്ത് എഴുതിയ മുനിക്ക് പോലും തത്വമസി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിൽ നാരായണ ഗുരുസ്വാമികളെ ഉദ്ധരിച്ചുകൊണ്ട് സഹോദരൻ പറഞ്ഞു, നിങ്ങൾ സനാതനികൾ കൊണ്ട് നടക്കുന്ന ധർമ്മസങ്കല്പമായിരുന്നില്ല നാരായണ ഗുരുസ്വാമികളുടേത്. ഗുരുസ്വാമികൾക്ക് വേദങ്ങളും ഉപനിഷത്തുക്കളും അറിയാൻ പാടില്ലാഞ്ഞിട്ടായിരുന്നില്ല അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ഉദ്ധരിക്കാതിരുന്നത്. അദ്ദേഹത്തിന്റെ ധർമ്മസങ്കല്പം സനാതനികളുടെ ധർമ്മസങ്കല്പങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാണെന്ന് സഹോദരയ്യപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അഭിനന്ദിക്കുന്ന യോഗത്തിൽ ആലപ്പുഴയിൽ പറഞ്ഞു വെച്ചു. എന്താണ് ഗുരുവിന്റെ സനാതന ധർമ്മസങ്കല്പവും ഹിന്ദുത്വവാദികളുടെ സനാതന ധർമ്മസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം? 1925 കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞു, ക്രിസ്തുമതത്തിന്റെ സാരം സ്നേഹമാകുന്നു, ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ഗുരുവിന്റെ സനാതന ധർമ്മം? ഗുരു കണ്ട സനാതനം എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യവുമാണ്, അല്ലാതെ വേറെ അല്ല. സ്നേഹവും സാഹോദര്യത്തെയാണ് ഗുരു സനാതനമായി കണ്ടത്, എറ്റേണലായി കണ്ടത്. എറ്റേണൽ വിസ്ഡമായി ഗുരു ആവിഷ്കരിച്ചത് സ്നേഹത്തെയും സാഹോദര്യത്തെയുമാണ്. സാഹോദര്യ സഹജീവനം എന്ന് പറയുന്ന ആശയത്തെ ഗുരു ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും, അധഹാസ്യ വേദം ഉപസൃണ്ണത ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്ന് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ എഴുതി, അറിവതിനിങ്ങനെ ആർക്കും ഓടിടേണം, അറിവിനെ ആർക്കും പറഞ്ഞു കൊടുക്കണം. ധർമ്മസൂത്രങ്ങൾ അറിവിനെ തടഞ്ഞപ്പോൾ, സങ്കുചിതമായി സ്ഥാനപ്പെടുത്തിയപ്പോൾ, ഉപനിഷത്തുക്കൾ അറിവിനെ സങ്കുചിതമായി ഒതുക്കിയപ്പോൾ അറിവിനെ എല്ലാവർക്കും ഓതണമെന്ന് കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ മഹാനായ ജഗദ്ഗുരു നമ്മളെ ഉദ്ബോധിപ്പിച്ചു എന്നുള്ളതാണ്. ഗുരുവിന്റെ ജാതി വിമർശനത്തിന്റെ കാതൽ എന്തായിരുന്നു? ഗുരുവിന്റെ ജാതി വിമർശനത്തിന്റെ കാതൽ അപരനെ സൃഷ്ടിക്കുന്നതായിരുന്നില്ല. സവർണ പ്രത്യയശാസ്ത്രമാണ് എതിരാളികളെങ്കിലും അവരെ കൂടി ചേർത്ത് നിർത്തുന്ന സാഹോദര്യത്തിന്റെ ജീവിത ശൈലി ഗുരു സ്വീകരിച്ചു. ഒരിക്കൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഗുരുവിനെ കാണുവാനെത്തി മഠത്തിൽ. ഗുരുവിന്റെ കൂടെ ഒപ്പം ഭക്ഷണം കഴിക്കുവാൻ നീലകണ്ഠ ശർമ്മയ്ക്ക് മടിയുണ്ടായിരുന്നു. മഠത്തിലുള്ളവർ ഇത് മനസ്സിലാക്കി. ഊണ് കഴിപ്പിച്ച് മാത്രമേ ഗുരുസ്വാമികൾ അദ്ദേഹത്തെ മടക്കി അയക്കൂ എന്നാണ് അന്തേവാസികൾ വിചാരിച്ചത്. പക്ഷെ ഗുരു പറഞ്ഞു, ഒരു ഇളനീര് കൊണ്ടുവരും, ഒരു ഇളനീര് കൊണ്ടുവരും. അപ്പം അന്തേവാസികൾക്ക് ആകെ പ്രശ്നമായി. ഊണ് കഴിപ്പിച്ച് വിടൂ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അദ്ദേഹത്തെ ഇളനീര് കൊണ്ടുവരും. ഇളനീരും ഈ ഊണ് തമ്മിലുള്ള പ്രശ്നം എന്താ? ഇളനീര് പാചകം ചെയ്തില്ലല്ലോ, അപ്പൊ അത് ആർക്കും കഴിക്കാം. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം, അസ്പൃശ്യരാക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വീടുകളിൽ സവർണർ ചെന്ന ചായ വേണ്ടോ, പഴം മാത്രം മതിയേ. ഇപ്പൊ കാറ്ററിംഗ് ആയത് കാരണം പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട്, ആർക്കും കഴിക്കാനുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിലേക്ക് മാറ്റിയത് ഗുരുസ്വാമികളുടെ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. എന്തായാലും പുന്നശ്ശേരിക്ക് എന്ത് കൊടുത്തു? കരിക്ക് കൊടുത്തു. അന്തേവാസികളോട് ഗുരു പറഞ്ഞു, ജാതി വ്യവസ്ഥ സ്വയം ഭരിച്ച് പുന്നശ്ശേരി സ്വയം ശിക്ഷിച്ചു കഴിഞ്ഞു, നമ്മളായിട്ട് കൂടി ശിക്ഷിക്കണ്ട. ജാതി വ്യവസ്ഥയുടെ ഹിംസ സ്വയം ഭരിച്ച് പുന്നശ്ശേരി ശിക്ഷിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ ഇനി നമ്മളായിട്ട് കൂടി ശിക്ഷിക്കണ്ട. ഇതായിരുന്നു ഗുരു പുലർത്തിയ ഒരു ജീവിതം എന്ന് പറയുന്നത്. വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ.
ശിവഗിരിയിലേക്ക് വരുന്ന ഓരോ വേളകളും ഞാൻ കരുതുന്നത് ഗുരു എന്നെ വിളിക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഗുരു വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ശിവഗിരിയിൽ വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒരേ ഒരു ദൈവസങ്കല്പമേ ഉള്ളൂ, അത് നാരായണ ഗുരുസ്വാമികളാണ്. എനിക്ക് അശാന്തി വരുമ്പോൾ, സമാധാനക്കേട് വരുമ്പോൾ, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നത് ഗുരുവിനെയാണ്. കാരണം ശിവഗിരിയിൽ എന്തില്ല? വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയില്ല. ശിവഗിരിയിൽ ഗുരു പ്രതിഷ്ഠിച്ച സ്ഥലങ്ങളിലൊന്നും എന്തില്ല? വർണ്ണാശ്രമ ധർമ്മമില്ല, സനാതന ധർമ്മമില്ല. അതുകൊണ്ട് ശിവഗിരിയിൽ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മൾ വിനയാന്വിതരായിത്തീരുന്നു. ശിവഗിരിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് ശാന്തിയിലേക്ക് എത്തുന്നു. കാരണം ശിവഗിരിയിൽ എന്തില്ല? ശിവഗിരിയിൽ ജാതി വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ്. അത് ഗുരു ജീവിച്ച് കാണിച്ചതാണ്. ഗുരുവിന്റെ ഏറ്റവും മഹത്തായ ആശയം എന്ന് പറയുന്നത് അപരപ്രിയമാണ്. അപരപ്രിയം ഗുരു സ്വന്തം ജീവിതം കൊണ്ട് പകർന്നു വെച്ചത് അപരപ്രിയം എന്ന് പറയുന്ന ആശയമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ എന്താണ് നാരായണ ഗുരുസ്വാമികളുടെ കേരള നവോത്ഥാനത്തിലുള്ള പങ്ക്, ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്താണ് ഗുരുസ്വാമികൾ നിർവഹിച്ച പങ്ക് എന്ന് ചോദിച്ചാൽ അപരപ്രിയം എന്ന് പറയുന്ന ആശയമാണ്. പ്രിയം ഒരു ജാതി തൻ പ്രിയം, സ്വകീയ പ്രിയം, അപരപ്രിയം. അപരനോട് പ്രിയം തോന്നണം. വലിയ പ്രയാസം. 1 മണിക്കൂർ മാത്രമേ നമുക്ക് ജനാധിപത്യവാദികളായിരിക്കാൻ പറ്റത്തുള്ളൂ. തൊട്ടടുത്ത നിമിഷം നമ്മുടെ സ്വയം നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. അപരപ്രിയം എന്ന് പറയുന്ന ആശയത്തിൽ സ്വന്തം ജീവിതം മുഴുവൻ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. അതാണ് അനുകമ്പാ ദശകത്തിൽ കരുണാവാന്യ വിമുക്തിരത്നമെന്നും പരമേശ പവിത്ര പുത്രനെന്നും ഗുരുവിനെ എഴുതാൻ പ്രേരിപ്പിക്കുന്ന ആശയം എന്താണ്? അപരപ്രിയമാണ്. ഒരിക്കൽ കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ ഗുരു കടന്നു പോവുകയായിരുന്നു. ഒരു മുസ്ലിം വനിതയുമായിട്ടുള്ള സംഭാഷണം നടത്തുന്നു. അവർക്ക് വേണ്ടത് നൽകണം. നമ്മുടെ അവധൂത കാലത്ത് നമുക്ക് ഭക്ഷണം നൽകിയൊരു സ്ത്രീയാണ്. അവർക്ക് വേണ്ടത് ചെയ്യണം. നാം മുസ്ലിമുകളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം, അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട് എന്ന് ഗുരു പറയുന്നുണ്ട്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ ഈ ചരിത്ര സന്ദർഭം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരെ ശത്രുവായി കാണുന്ന സമീപനമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമായിരുന്നു. അതുകൊണ്ട് ഗുരു പറഞ്ഞു, ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാൽ അപ്രകാരം നിർമ്മിച്ചു കൊടുക്കുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ഗുരു രേഖപ്പെടുത്തി. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. അത് ഗുരു ഈശാവാസ്യ ഉപനിഷത്ത് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈശൻ ജഗത്തിങ്കലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ശരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഇതിന്ന് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. കാരശ്ശേരി മാഷ് സ്വർണ്ണക്കൊള്ളയെ പറ്റി സൂചിപ്പിച്ചു. ആശിക്കരുതാരുടെയും ധനം. ഇത് പറഞ്ഞത് ആരോടാണ്? ഇത് പറഞ്ഞത് കൊള്ള ചെയ്യുന്നവരോടാണ്. ആശിക്കരുതാരുടെയും ധനം. പോറ്റിമാരോടെല്ലാം ഗുരുവിന് പറയാനുള്ള ഇതാണ്, ആശിക്കരുതാരുടെയും ധനം. ഇപ്പൊ ഇന്നത്തെ വാർത്ത ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെ അടിച്ചു മാറ്റിയിരുന്നു. ആശിക്കരുതാരുടെയും ധനം എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. 2 സന്ദർഭത്തിലാണ് ഗുരു ഇപ്പോഴും നമ്മളോടൊപ്പം ജീവിക്കുന്നത്. ഞാനിവിടെ ആലങ്കോട് പറഞ്ഞ ഒരു കാര്യത്തോട് വളരെ വിനയത്തോടുകൂടി, അതീവ ആദരവോടുകൂടി ഞാൻ ആലങ്കോട് പറഞ്ഞ ഒരു പ്രസ്താവനയോട് വിയോജിക്കുകയാണ്. ഏറെ കരുണയോടെ, ഏറെ വിനയത്തോടെ, ഏറെ ആദരവോടെ. മഹാഭാരതത്തിലെ ധർമ്മവും ഗുരുവിന്റെ ധർമ്മവും ഒന്നാണ് എന്ന പ്രസ്താവനയോടാണ് ഞാൻ വിയോജിക്കുന്നത്. കാരണം മഹാഭാരതത്തിലെ ധർമ്മവും ഗുരുവിന്റെ ധർമ്മവും ഒന്നല്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിന്റെ ധർമ്മം ചാതുർവർണ്ണ്യമാണ്. മഹാഭാരതത്തിന്റെ ധർമ്മം ചാതുർവർണ്ണ്യമാണ് എന്ന് ആദ്യ പർവം മുതൽ അവസാനത്തെ 18ാമത്തെ പർവം വായിച്ചു നോക്കുമ്പോൾ അറിയാം. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത ഉള്ളത്. ആ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ. ഒരിക്കൽ നാരായണ ഗുരുസ്വാമികളുമായിട്ടുള്ള സംഭാഷണത്തിൽ SP പണിക്കർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഗുരുവൈഖരിയിൽ ഭാസ്കരൻ ഇത് എഴുതിയിട്ടുണ്ട്. ചാതുർവർണ്ണ്യത്തെ സംബന്ധിച്ച് ഗുരു എന്ത് പറഞ്ഞു? കേരള നവോത്ഥാനത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചരിത്ര സന്ദർഭമാണ്. ചാതുർവർണ്ണ്യത്തെ ഗുരു നിരാകരിച്ചു. പുരുഷസൂക്തത്തിൽ പറയുമല്ലോ, ബ്രാഹ്മണോസ്യ മുഖമാസീർ ബാഹുരാജന്യകൃതഃ ഊരുതദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ഈ പുരുഷസൂക്തം ചെല്ലുന്നുണ്ട്. ഈരവശാന്തിക്കാരെല്ലാം ഓർത്തിരിക്കണം.
ബ്രാഹ്മണൻ മുഖത്ത് നിന്നും ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടാകുന്ന എന്ന് പറയുന്ന വിരാട് പുരുഷനെ സ്തുതിക്കുന്ന, ചാതുർവർണ്ണത്തെ സ്തുതിക്കുന്ന പുരുഷ സൂക്തം നമ്മൾ ചൊല്ലണമെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ചാതുർവർണ്ണത്തെയാണ് പുരുഷ സൂക്തം ഉയർത്തിപ്പിടിക്കുന്നത്. ആ പുരുഷ സൂക്തം ഉപേക്ഷിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ആ പുരുഷ സൂക്തത്തെ ഗുരു നിരാകരിച്ചു. ഗുരു പറഞ്ഞു, ഇതെന്താണ് മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയുന്നു, പാദത്തിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്ന് പറയുന്നത്. ഇതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ? ഇതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് SP പണിക്കരുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു പറഞ്ഞു. വർണ്ണാശ്രമത്തെ മഹാത്മാഗാന്ധി ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്ന് പത്രപ്രവർത്തകനായ ഒരു ഭക്തൻ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, ഗുണകർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വർണ്ണാശ്രമത്തെ സംബന്ധിച്ച് ഗാന്ധി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? എന്താണ് ഗുരു പറഞ്ഞത്? ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? നമ്മുടെ ഈ കർമ്മബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ് തെക്കുവടക്ക് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കൂടിയുള്ള മറുപടിയാണ് ഗുരു പറഞ്ഞത്. കർമ്മബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ സങ്കല്പമില്ല. കാരണം ഗുരു എഴുതി, ന ബ്രാഹ്മണാദിരസ്യൈവം, ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. ജാതി ഉണ്ടാകുന്ന വിചാരിക്കുന്നത് മഹാ കഷ്ടമാണ് കേട്ടോ എന്ന് ഗുരുസ്വാമികൾ ഈ ഭക്തനോട് പറയുന്നു. ഇത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം, എന്ന് ഗുരു പറയുകയും ചെയ്യുന്നു. അപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്ന ധർമ്മ വ്യവസ്ഥയാണ് മഹാഭാരതത്തിന്റെ അടിത്തറ. രാമായണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ചാതുർവർണ്ണ്യമാണ്. അതുകൊണ്ടാണ് ശംഭൂകന്റെ കഥ നമ്മൾ രാമായണത്തിൽ വായിക്കുമല്ലോ. എന്തിനാണ് ശംഭൂകനെ രാമൻ കൊന്നത്? രാമൻ ചെന്ന് ആ സന്ദർഭം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരള നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ്. ശംഭൂകൻ എന്ന് പറയുന്ന ഒരാള് ശൂദ്രൻ തപസ് ചെയ്തു. ഒരു ബ്രാഹ്മണ ബാലൻ മരിച്ചു. ആ ബ്രാഹ്മണ ബാലന്റെ ശരീരവുമായി വൃദ്ധബ്രാഹ്മണൻ അയോധ്യ രാജധാനിയുടെ മുമ്പിലെത്തി. ഈ മരണത്തിന്റെ കാരണം എന്താണ് എന്ന് വസിഷ്ഠാദി ബ്രാഹ്മണനോട് രാമൻ ആരാഞ്ഞു. വസിഷ്ഠാദി ബ്രാഹ്മണൻ പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രാമൻ നേരെ ഈ ശൂദ്രനെ അന്വേഷിച്ച് ഹിമവൽ പാർശ്വത്തിൽ ചെന്ന് അവിടെ വൃക്ഷത്തിന് കീഴിൽ ഇങ്ങനെ തലകീഴായിട്ട് ശൂദ്രനായ ശംഭുകൻ തപസ് ചെയ്യുക. നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ച എന്താണ്? പേരൂര് തൊഴിൽ ഈ മൂന്നും പൊരുവായത് കേൾക്കണം, ആര് നീ എന്ന് കേൾക്കണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാൽ. 3 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പേര്, ഊര്, തൊഴില്, പോരും, അത് മതി. ആര് നീ എന്ന് കേൾക്കണ്ട, നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം ശരീരം തന്നെ പ്രഖ്യാപിക്കുന്നു നാം ആരാണ് എന്ന്. പക്ഷെ രാമൻ ചെന്ന് ശംഭുകനോട് ചോദിച്ചെന്താണ്? കസ്യാം യോന്യ, താങ്കളുടെ യോനി ഏതാണ്, താങ്കളുടെ ജാതി ഏതാണെന്നാണ് ഈ ചോദ്യം. ശംഭുകൻ പറഞ്ഞു, ഞാൻ ശംഭുകൻ ശൂദ്രനാണ്, വാളെടുത്ത് വെട്ടി. അതുകൊണ്ട് ലോകമഹായുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുവിനോട്, സന്യാസം കൊടുത്തത് ആരാണ് എന്ന് പറയുന്ന ചർച്ചയുടെ സന്ദർഭമാണ്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് ഗുരുസ്വാമികൾ പറയുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് എന്ന് ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനല്ല ഇത് ചരിത്ര സന്ദർഭത്തിൽ നമ്മൾ അടർത്തി മാറ്റരുത് കാര്യങ്ങൾ. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ടാണെന്ന് ശിഷ്യന് സംശയം. ഗുരു പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്നാണ് ആ സംഭാഷണത്തിന്റെ സാരം. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. ചരിത്രത്തെ KP അപ്പൻ നിരീക്ഷിച്ചതുപോലെ നമ്മുടെ ഗുരു ചരിത്രത്തെ അഗാധമാക്കി. എനിക്ക് വലിയ ആത്മാഭിമാനമുണ്ട് ഓരോ തവണയും ശിവഗിരിയിൽ വരുമ്പോൾ. കാരണം ഞാൻ എൻ്റെ ബാല്യകാലത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ ചിത്രാ പൗർണമിക്ക് നടക്കുന്ന പരിഷത്തിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് വേദിയിൽ ഇരുന്ന ഓർമ്മ ഓരോ തവണ ശിവഗിരിയിൽ വരുമ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് ശിവഗിരിയിൽ വരുന്ന ഈ സന്ദർഭം എന്നെ സംബന്ധിച്ച് വിലമതിക്കാത്ത ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരുവും ഗാന്ധിയും തമ്മിലൊരു സംവാദം നടക്കുന്നുണ്ട്. ആ സംവാദത്തിൽ ഗുരു ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമല്ലയോ സ്വാമി? ഗുരു പറഞ്ഞ മറുപടി, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. അല്ല, അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദുമതത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. പര്യാപ്തം തന്നെ, പക്ഷേ ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ആളുകൾ അധികവും ആഗ്രഹിക്കുന്നത്. ഗുരു ചെയ്തത് ഭൗതിക സ്വാതന്ത്ര്യത്തിൽ നിന്നും മാത്രമേ അതിനപ്പുറമുള്ള ആധ്യാത്മിക സ്വാതന്ത്ര്യം ഉണ്ടാവൂ എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. കേവലമായ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല?
ആധ്യാത്മികമായ സ്വാതന്ത്ര്യം. ആധ്യാത്മികമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്ക് ലൗകികമായ സ്വാതന്ത്ര്യം ലഭിക്കണം. ഈ ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗുരു ഒരുപോലെ നിലകൊണ്ടു എന്നുള്ളതാണ്. അത് ഇതര മതങ്ങളെയും ഇതര വിശ്വാസങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ഗുരു കൈക്കൊണ്ടു എന്നുള്ളതാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ സഹജീവനമാണ്. വാളയാറിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടത് അയാളോട് ചോദിച്ചു, നിങ്ങളൊരു ബംഗ്ലാദേശി മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അയാളെ തല്ലിക്കൊന്നത്. ഇത് ഗുരു ജീവിക്കുന്ന നാടാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മാധവുമായി ഉണ്ടായിരുന്ന ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഇത് നാരായണ ഗുരുസ്വാമികളുടെ മണ്ണാണ്. അതുകൊണ്ട് തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയം ഒരിക്കലും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഗുരുസ്വാമികളുടെ ആദർശവും ജീവിതവുമാണ് നമുക്ക് മാതൃക. എന്നെ നയിക്കുന്ന ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഗുരുസ്വാമികളുടെ ജീവിതവും ദർശനവുമാണ്. ആ ജീവിതവും ദർശനവും കേരളത്തിന് മുഴുവൻ മാതൃകയാണ്. ഒറ്റവാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ ചരിത്രത്തിന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തോട് എന്തിനെങ്കിലും താരതമ്യം ചെയ്യാമെങ്കിൽ ഗുരു മുന്നോട്ട് വെച്ച ജീവിതവും ദർശനവും അതുല്യമാണ്. ഇന്ത്യൻ ജ്ഞാനോദയ ചിന്താ സമരത്തിന്റെ അതുല്യനായ പോരാളിയും മഹാനായ ദൈക്ഷണികനും സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല, ആധ്യാത്മികമായ ചിന്താ പദ്ധതിക്ക് വിമോചനാത്മകമായ ഒരു പാത തുടർന്നിട്ട അതുല്യനായ ചിന്തകനും കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ വെളിച്ചമാണ് നാരായണ ഗുരുസ്വാമികളെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു വേദിയിലേക്ക് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് മാതൃഭൂമിയോട്, ശിവഗിരിയോട്, എന്നെ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വിളിച്ചതിന്, നാരായണ ഗുരുസ്വാമികളുടെ മഹത്തായ ആ ധാർമ്മിക ചിന്തകൾക്ക്, അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിതത്തിന് ഞാൻ എൻ്റെ വാക്കുകൾ ഏറ്റവും വിനയത്തോടുകൂടി ആത്മാർപ്പണം ചെയ്തുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ് അടുത്ത സെഷന് മുൻപ്. അതൊന്ന് പറയാനാണ്. സംസാരിച്ചു കഴിഞ്ഞതിൽ ഏതെങ്കിലും വ്യക്തതയോ വിശദീകരണമോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞവരോട് തന്നെ ചോദിക്കാനുള്ള അവസരമാണ്. 2 മണിക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് ശ്യാംകുമാറിനോടും കാരാശ്ശേരി മാഷിനോടുമാണ് എനിക്ക് എൻ്റെ ചോദ്യമുള്ളത്. നമ്മൾ കേവലം ഈ കേരളത്തിലെ ചുറ്റാവട്ടത്ത് മാത്രം നിന്ന് ഈ ചർച്ച ഒതുക്കുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഗുരുദേവൻ ലോകവീക്ഷണമാണ്, ലോകമാനവികതയാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. ആ ലോകമാനവികതയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാതെ കേവലം ഇവിടുത്തെ ജാതി വ്യവസ്ഥകളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ സദസ്സിനോടുള്ളത്. ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയും, അയലുതകപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം. അയലത്തുകാർ നന്നാകുന്നതിനായിട്ട് പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ലളിതമായി പറയാനുള്ള ലോകമാനവികത എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, വാളയാർ ഒരാളെ തല്ലിക്കൊന്നു, ആ സംഭവം കൊണ്ട് നമ്മൾ ലോകമാനവികതയെ പറ്റിയ ചർച്ച. തൊട്ടടുത്ത് ആളുടെ വീട്ടിൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടോ, തല്ലിക്കൊല്ലുന്നുണ്ടോ, ഈ പ്രശ്നം നമ്മളെ ബാധിക്കും. നമ്മൾ ലോകമാനവികത വലിയ ആശയങ്ങളാണ്. എന്താണ് ഇന്ത്യയുടെ പ്രശ്നം? 1925 സംഭാഷണത്തിൽ CV കുഞ്ഞിരാമനോട് നാരായണ ഗുരുസ്വാമികൾ ചോദിച്ചു, ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണമെങ്കിൽ ഗുരുവിന് ഈ മറുപടി പറയാം, ലോകമാനവികത. എളുപ്പമാണല്ലോ. ഗുരു പറഞ്ഞു, ജാതി വ്യത്യാസവും മതവിദ്വേഷവും ഇല്ലാത്തൊരു ഇന്ത്യയാണ് വേണ്ടത്. ഗുരു തന്നെ ചോദിക്കുന്നു, ഗുരു തന്നെ മറുപടി പറയുന്നു. ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? 2025 ഗുരു ഉന്നയിച്ച അതേ ചോദ്യം വീണ്ടും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? ജാതിയിൽ നിന്നും മതവിദ്വേഷത്തിൽ നിന്നുള്ള മോചനമാണ് ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത്. കാരണം ഇന്ത്യക്കാരനായ ഒരാൾ, അയാൾ അസ്പൃശ്യനാക്കപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ കച്ചവടം ചെയ്യുമ്പോൾ അയാളുടെ മുമ്പിൽ ഭീകര സ്വത്വമായി ആദ്യം വന്ന് നിൽക്കുന്ന ജാതിയാണ്. അതുകൊണ്ട് ഗുരു എന്തുകൊണ്ടാണ് ജാതി ലക്ഷണവും ജാതിയെ സംബന്ധിച്ച 2 കൃതികൾ എഴുതിയത്? ജാതി നിർണയം ജാതി ലക്ഷണം എന്തിനു ഗുരു എഴുതി?
ഗുരുവിന് അത് എഴുതേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ജാതി ഒരു അടിസ്ഥാന പ്രശ്നമായി, ഇന്ത്യയിലെ ഒരു ഭീകര പ്രശ്നമായി. ജാതി മനുഷ്യനാകുന്നതിന് നമ്മെ തടയുന്നു എന്നുള്ളത്. അപ്പൊ മാനവികത എന്ന് പറഞ്ഞ ആശയം പറഞ്ഞത് മനുഷ്യത്വം വേണം. പക്ഷേ ഒരാളെ മനുഷ്യനായിട്ട് നമ്മളാണെങ്കിൽ അംഗീകരിക്കാറുണ്ടോ? അംഗീകരിക്കാറില്ല. ശിവഗിരിയിൽ തന്നെ ഒരു സംഭാഷണം, ഒരിക്കലും ഒരു ദിവാൻ ഗുരുവിനെ കാണാൻ ശിവഗിരിയിൽ വന്നപ്പോ ആ സംഭാഷണത്തിൽ വന്ന ദിവാൻ അസ്പൃശ്യരാക്കപ്പെട്ട ജനവിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, കുറച്ച് കുട്ടികൾ ശിവഗിരിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അവരെ ദിവാൻ വിശേഷിപ്പിച്ചത് അധകൃതർ എന്നാണ്. ഗുരു ഉടനെ തിരുത്തി, അധകൃതർ എന്നൊരു വിഭാഗമില്ല, ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും 2 വിഭാഗമാണ് ഉള്ളത്. അതെ. അപ്പോ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്? പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നും 2025 നമ്മൾ നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം എന്ന് പറയുന്നത് ജാതിയാണ്. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സ്വാമി. അത് സ്വാമി പറഞ്ഞൊരു കാര്യത്തോടുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ്. ഇപ്പൊ ശങ്കരൻ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നില്ല, ശങ്കരാചാര്യ കൃതികളിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇല്ല എന്ന് പരാമർശിക്കുകയുണ്ടായി. ശങ്കരാചാര്യരുടെ അപശൂദ്രാധികരണം ശങ്കരന്റെ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ വേദത്തിന്റെ ഭാഗമാണ്. പക്ഷേ ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, നമ്മളിപ്പോ ഒരാളുടെ കൃതി അങ്ങനെ അയാളുടേതല്ലെന്ന് പറയണമെങ്കിൽ ഭാഷ വ്യത്യാസമായിരിക്കണം, ഉദ്ധരിച്ച ശ്ലോകങ്ങൾ, അതിന്റെ രീതി, ഇതെല്ലാം നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഒരു കൃതി ആ കൃതിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും അപശൂദ്രാധികരണം കുറെ കാലമായിട്ട് അതിന്റെ ഇതല്ല. ഇപ്പൊ കേരളത്തിൽ, പൊതുവെ ഇന്ത്യയിൽ മൊത്തം സംസ്കൃത സംബന്ധിയായിട്ട് ജാതി വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞാൽ ബഹുവേഗമായി പെട്ടെന്ന് അപശൂദ്രാധികരണം അതിന്റെ ഭാഗം തന്നെയാണ്. അപശൂദ്രാധികരണത്തിൽ വളരെ വ്യക്തമായി ശങ്കരാചാര്യർ ഗൗതമധർമ്മസൂത്രം ഉദ്ധരിക്കുകയും, ഞാനിവിടെ മുമ്പ് ചൊല്ലിയ അധഹാസ്യവേദം ഉപസൃണ്ണത എന്ന് തുടങ്ങിയ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയും, ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത്. ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത് എന്ന് ശങ്കരാചാര്യർ ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ എഴുതും. ഭഗവാൻ വാസുദേവൻ അവതരിക്കും. എന്തിനാണ്? ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം എന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യര് ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ പറഞ്ഞു. എന്താണ് ബ്രാഹ്മണ്യം? ബൃഹദാരണ്യകോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ജാതി ബ്രാഹ്മണനെയാണ് ശങ്കരാചാര്യർ ബ്രാഹ്മണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ. അതുകൊണ്ട് ഭഗവത്ഗീതാ ഭാഷ്യം, ബ്രഹ്മസൂത്ര ഭാഷ്യം, അതുപോലെ ഉപനിഷത്ത്, ദശോപനിഷത്ത് ഭാഷ്യം, ഇതിലെല്ലാം തന്നെ മനുസ്മൃതി 50-ലധികം തവണയാണ് മനുസ്മൃതി ഉദ്ധരിക്കുന്നത്. തന്നെയല്ല, ശൂദ്രന് വേദാധികാരമില്ലെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ ഉദ്ധരിക്കുന്നത് പുരുഷസൂക്തമാണ്. അദ്ദേഹം പറയും, ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഋഗ്വേദത്തിലെ പുരുഷസൂക്തം ഉദ്ധരിച്ചിട്ടാണ് ഇത് ശ്രുതിവചനം അനുസരിച്ചാണ് എന്ന് ശങ്കരാചാര്യ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നാരായണ ഗുരുസ്വാമികളുടെയും ശങ്കരാചാര്യരുടെയും അദ്വൈതത്തിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം, ശങ്കരാചാര്യർക്ക് ജാതി വ്യവസ്ഥയെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചാതുർവർണ്ണത്തെ ഉയർത്തിപ്പിടിച്ച ആളാണ്. അതുകൊണ്ട് ശങ്കരന് തെറ്റുപറ്റി എന്ന് പറയുന്നതിന് നാരായണ ഗുരുസ്വാമികൾക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. വേദം രസിച്ച ബാദരായണനും ശങ്കരാചാര്യർക്കും തെറ്റുപറ്റി എന്ന് തന്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങളിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മതം മാറ്റത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഇത് അവസാനിപ്പിക്കുക. അത് പറയാതിരിക്കാതെ ഈ നമ്മൾ ആഗമാന്ത നിലയെ എന്ന് നമ്മൾ പറയും. ആരുടെയാണ് ആഗമങ്ങൾ? അത് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയാണ് ആഗമങ്ങൾ. മനുസ്മൃതി വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ മനുസ്മൃതിയുടെ വ്യാഖ്യാതാവായ പുല്ലുകഭട്ടൻ പറയും, ശ്രുതിശ്ച ദിവിധ താന്ത്രികി വൈദികീച്ച. വൈദികീശ്ച 2 മാർഗങ്ങളാണ് ശ്രുതിക്കുള്ളത്, താന്ത്രികമെന്നും വൈദികമെന്നും. ഇതിൽ താന്ത്രികമെന്ന് വിവക്ഷിക്കുന്ന ആഗമങ്ങൾ മുഴുവൻ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രാചീനമായ ബ്രഹ്മയാമള തന്ത്രത്തിൽ
മത്സ്യമെടുത്ത് ഹോമിക്കുന്നതിനെ പറ്റി ബ്രഹ്മയാമണത്തിൽ പറയുന്നുണ്ട്. മത്സ്യം ഹോമിക്കുന്നതിനെ പറ്റി, കാരണം അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമുക്ക് അതുകൊണ്ട് ഗുരു ആഗമാന്ത നിലയിൽ എഴുതും. ശങ്കരാചാര്യര് ജഗൻ വിദ്യ എന്ന് പറയുമ്പോൾ ഗുരുസ്വാമികൾ ജനനീ നവരത്ന മഞ്ജരിയിൽ എഴുതി എല്ലാം ഉള്ളത് തന്നെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു ഗുരു എന്നുള്ളതാണ്. ഞാൻ ചില കൂട്ടിച്ചേർക്കൾ നടത്തിയതാണ്, അല്ലാതെ ഒരു ഒരിക്കലും അല്ല മനസ്സിലായി. അത് ശ്യാംകുമാർ അതിനെ പൂരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിനകത്ത് നമുക്കും വിയോജിപ്പൊന്നുമില്ല. കാരണം മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത്, ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ശങ്കരാചാര്യമായിട്ട് പറയുമ്പോൾ ശങ്കരാചാര്യന്റെ മൊത്തം പഠിക്കുകയാണ് എങ്കിൽ ഇത്തരം മനുസ്മൃതി, ഗൗതമ സ്മൃതി, യാജ്ഞവൽക്ക സ്മൃതി മുതലായ കത്തിച്ച് കളയേണ്ടതായിട്ടുള്ള പുസ്തകങ്ങളെ ശങ്കരാചാര്യരെ പ്രമാണമായി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്. അത് ഉക്തം ചത് ഔഷധം, മനു പറയുന്നതെല്ലാം ഔഷധത്തിന് തുല്യമാണെന്ന് പറഞ്ഞ മണ്ടത്തരം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മണ്ടത്തരത്തിനെയാണ് ഗുരു പറഞ്ഞത് എന്താണ്, ശങ്കരന് തെറ്റുപറ്റിയെന്നാണ്, സാമൂഹ്യ വിശ്വത്തെ തെറ്റുപറ്റിയെന്ന്. ഇതോടൊപ്പം ഒരു കൂട്ടിച്ചേരേണ്ടത് നമ്മുടെ ഇന്നത്തെ ഇപ്പൊ സമകാലീന കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ നെടുനായകത്വമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിലൂടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ശബരിമല മുതലായ അല്ലെങ്കിൽ ഗുരുവായൂർ മുതലായ ക്ഷേത്രങ്ങളിൽ ജാതി ബ്രാഹ്മണന് മാത്രമേ പൂജിക്കാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് അത് എടുത്തു കളയാനായിട്ട് മുട്ടുപിറയ്ക്കുന്നവർ ഇന്ന് ആധുനിക കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് കാണുമ്പോഴാണ് കേരളത്തിൽ ശിവഗിരി മഠം മുതലായിട്ടുള്ള ഇത്തരം ഈ തീർത്ഥാടന വേള ഇത്രയും സജീവമായ ചർച്ച കൊണ്ടുവരേണ്ടത്. കാരണം മനുഷ്യനല്ലാതാക്കി അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും യുഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഇത് നൂലിട്ട് ജന്മം കൊണ്ട്, അതാണ് മഹാഭാരതത്തിന്റെ ജാതി സമ്പ്രദായം ജന്മം കൊണ്ടാണ് എന്നുള്ളത് വസ്തുതയാണ്, പരമാർത്ഥമാണ്. അതിന് ഗുരു എതിർക്കുന്നില്ല. ആ യാഥാർത്ഥ്യത്തെ ഇന്നും നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗുരുവിനോട് ഒരിക്കലും ചോദിക്കുന്നത് വർണ്ണം സവർണൻ എന്ന് പറയുമ്പോൾ ഗുരു അതിന് കൊടുക്കുന്ന മറുപടി സവർണൻ, അത് 2 അല്ലേ ഉള്ളു, 4 ഇല്ലല്ലോ, പിന്നെ എന്താണ് സവർണൻ, വർണ്ണമുള്ളവൻ, അറിവുള്ളവനാണ് സവർണൻ, അവർണന് അറിവില്ലാത്തവൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും എന്നുള്ള 2 അല്ലേ ഉള്ളൂ എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു യുക്തിപരമായ ഒരു ചിന്ത, ഇത്തരം യുക്തിപരമായ ചിന്തയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഏതോ ഒരു ശാന്തിക്കാരൻ ഗുരുവിനോട് ഈ പ്ലാവിന്റെ കാതല് വിറക് കൊണ്ടാണ് ഹോമം ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്. അതല്ലാതെ ഹോമം ചെയ്തു കഴിഞ്ഞാൽ ആ യാഗത്തിന് ഫലമുണ്ടാകില്ല, കാതൽ വിറക് തന്നെ എടുക്കണമെന്ന് പറയുന്നു. അപ്പൊ ഗുരു കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറയുന്നുണ്ട് എന്താണ്, കലവ് ശ്രേയ പ്രകീർത്തി പനസസ്യ ഇന്ധനം ശുക്ലം, ഒരു തിരുത്തി. എന്നിട്ട് പറയാണ് സംസ്കൃതം അറിയാവുന്നവർക്ക് ഇങ്ങനെ പ്രമാണം എഴുതി വെക്കാം എന്ന് വെച്ചാൽ ഗുരു പറയാണ് കലികാലത്തില് ഈ പ്ലാവിന്റെ വെളുത്ത വിറകാണ് ഹോമത്തിന് നല്ലത്. ഗുരു അപ്പൊ തന്നെ എഴുതി തിരുത്തി, കാതല് അവിടെ നിൽക്കട്ടെ, അത് വേണേ വല്ല ഫർണിച്ചറിന് ഉപയോഗിക്കാമല്ലോ എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം സംസ്കൃതം അറിയാവുന്ന ഒരു യുക്തിഹീനെ വിചാരയത്തു ധർമ്മഹാനി പ്രജായത എന്നാണ്. യുക്തിഹീനമായ വിചാരം കൊണ്ട് ധർമ്മഹാനി സംഭവിക്കാമെന്നാണ്. അങ്ങനെ യുക്തിഹീനമായ വിചാരങ്ങള് ഗുരുദേവൻ എതിർത്തു. അതിനെല്ലാം ഒരു ഭദ്രമായ യുക്തിഭദ്രമായ അടിത്തറ നൽകിക്കൊണ്ടാണ് ഗുരു നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. അതില് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഗുരുദേവ ചിന്തയിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ആ യുക്തിഭദ്രമായ ആശയത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, പലപ്പോഴും നമ്പൂതിരി ഈ നൂലിട്ടവർ അല്ലെങ്കിൽ ഗുരു പറയുന്ന പോലെ എന്താണ് ഈ സവർണർ എന്ന് പറയുന്നവർ കൊണ്ടു നടക്കുന്ന പല ആചാരങ്ങളെയും അതേപോലെ പിന്തുടരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതായിരുന്നില്ല ഗുരു ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു യുക്തി ഗുരു ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ല, സമുദായം പലപ്പോഴും ഇത്തരം ജീർണതകളുടെ പറയുകയാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കണമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ചർച്ചയുടെ ആവശ്യം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇടപെട്ടോളട്ടെ. താങ്ക് യു. എന്തായാലും സുദീർഘമായ ഒരു മണിക്കൂറിലധികം സമയം നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചു. വളരെയധികം നന്ദി അറിയിക്കുന്നു പാനലിസ്റ്റുകളോട് എല്ലാവരോടും. മാതൃഭൂമിയുടെ സ്നേഹോപഹാരം പാനലിസ്റ്റുകൾക്ക് നൽകാൻ വേണ്ടി ശ്രീ സുനിൽ നമ്പ്യാർ, സീനിയർ DGM മാതൃഭൂമി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ TS ശ്യാംകുമാർ, ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ, ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ എന്നിവർക്കുള്ള ഉപഹാരം.
മാഷക്ക് ഉപഹാരം ഒരിക്കൽ കൊടുത്തതാണ്. ഒരു വീണ്ടും വീണ്ടും നൽകാൻ ഞങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഓൾ.